അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറവിയും അശ്രദ്ധയും ഒന്നുമില്ലാതെ ഇരിക്കാൻ വേണ്ടി ചെയ്യേണ്ട രൂപമാണ് പറയുന്നത്. ബിസ്മിയും ഹംദും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്നത് ഈ മൂന്ന് കാര്യം ഓരോ തവണ ചൊല്ലിയതിന് ശേഷം തന്നെ മറവിയും അശ്രദ്ധയും ഒക്കെ മാറിക്കിട്ടാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട്. മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തോളി. അതിനും ഇതേപോലെ എല്ലാ ദിവസവും ഈ ഇസ്മ, ഈ പറയപ്പെട്ട യാ റഹ്മാൻ എന്നുള്ള ഈ ഇസ്മ അതിന്റെ അക്ഷരസംഖ്യയുടെ എണ്ണത്തോളം പതിവായി ചൊല്ലൽ പതിവാക്കിയാൽ മറവിയും അശ്രദ്ധയും ഒക്കെ എന്തെയും മാറി നല്ല ഓർമ്മ ശക്തി അതൊക്കെ എന്താണ് ലഭിക്കുന്നതാണ്. അക്ഷരസംഖ്യയുടെ ആ ഒരു ടാബ് ഞാൻ ഇൻഷാ അല്ലാഹ് ആ ഒരു പേജ് ഇതിന്റെ ലാസ്റ്റ് കൊടുക്കാം, ലാസ്റ്റ് തൊട്ട് മുമ്പ് കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ മറവിയും അശ്രയും മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ല ഉപകാരപ്പെടും. അപ്പൊ യാ റഹ്മാൻ ബിസ്മിയും ഹംദും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ റഹ്മാനു യാ അല്ലാ എന്ന ഈ ഇസ്മ അക്ഷരസംഖ്യയുടെ എണ്ണത്തോളം എന്ത് ചെയ്യുക, പതിവാക്കി ചൊല്ലിപ്പിക്കുക. കുട്ടികളെ കൊണ്ട് നമുക്കൊക്കെ നല്ല മരുന്നാണ് മറവി മാറി കിട്ടാനൊക്കെ. അതുപോലെ ആവശ്യം